കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് വളരെ നിശിതമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ശ്രീ ബാബു പോൾ. അതിൻ്റെ യുക്തി എന്താണ്? അദ്ദേഹം വിശദീകരിക്കുന്നു. നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. വെറും ഒരു ഉദ്യോഗസ്ഥനായി മാത്രമല്ല ബാബു പോളിനെ ആളുകൾ കണ്ടിരിക്കുന്നത്. പലപ്പോഴും താങ്കൾ തന്നെ ഒരു പ്രഹേളികയാകുന്ന തരത്തിൽ താങ്കളുടെ പേരുകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ താങ്കൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് കേട്ടു. പിന്നീട് ഒരിക്കൽ താങ്കൾ BJP സ്ഥാനാർത്ഥിയായ രാജഗോപാലൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഇത് താങ്കളുടെ നിലപാടുകളെ അപ്പോൾ എന്താണ് നയിക്കുന്നത്? അത് കാറ്റുള്ളപ്പം ആ ലക്ഷ്യം നോക്കി തൂറ്റുക എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. ഇതിനകത്തൊക്കെ ഉള്ളൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഉണ്ടായത് മൂവാറ്റുപുഴയിൽ നിന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ പേരുകൾ പറയേണ്ടായിരിക്കും, പക്ഷേ 2-3 വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള പ്രാദേശിക നേതാക്കന്മാർ, പിന്നീട് ഒരാൾ MLA ആയി, ഒരാൾ BSc മെമ്പറായി, അങ്ങനെയുള്ള കുറേ ആളിലൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ലൈനല്ല ഇത്. ഞാൻ 21 വയസ്സ് മുതൽ ഞാൻ മണിയടിക്കുമ്പോൾ ഒരാൾ സാറെന്ന് പറഞ്ഞ് വന്നെടുത്ത് ഞാനിനി ഓരോരുത്തരും കണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. പക്ഷേ അതിങ്ങനെ നിങ്ങൾ പത്രക്കാർ കാത്തു കിടക്കുകയല്ലേ, അപ്പോൾ അതെല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി മത്സരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് സംശയമുണ്ടായി. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഈ രാജഗോപാലിൻ്റെ കേസിലുണ്ടായത് അതിനേക്കാൾ വിചിത്രമായൊരു സംഗതിയാണ്. രാജഗോപാലും ഞാനുമായിട്ടുള്ള ബന്ധം, ഞാൻ കളക്ടറായിരിക്കുന്ന കാലത്ത് 29 വയസ്സിലാണ് ഞാൻ കളക്ടറായിട്ട് പാലക്കാട്ട് ചെല്ലുന്നത്. അന്ന് ഈ മനുഷ്യൻ വക്കീലാഫീസ് പൂട്ടി അന്ന് BJP അല്ല, ജനസംഘമാണ്, അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കാലമാണ്. അന്ന് അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ വക്കീലെ, പകുതി രാഷ്ട്രീയവും പകുതി വക്കീൽ പണിയും പോരെ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു വൊക്കേഷൻ പോലെയാണ്. ഐ ഗോട്ട് എ കോൾ, ഐ ഹാഡ് ടു ഹീഡ് ദ കോൾ എന്ന് പറഞ്ഞു. അതായത് ഈ വലിയ ക്രൈസ്തവ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ പറയുന്ന വാക്യമാണത്. എനിക്ക് ഒരു വിളി കിട്ടി, ഞാൻ ആ വിളി അനുസരിക്കാൻ ബാധ്യസ്ഥനായി തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആരംഭിച്ച സുദീർഘമായ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പരകോടിയിൽ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പേര് അവർ ഉപയോഗിച്ചത്. അത് ഞാനതിന് മൗനാനുവാദം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് വ്യക്തിബന്ധമായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ രാജഗോപാൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ എന്നെ അവിടെ കാണൂല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നാമത്തെ കാര്യം, എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, രാജഗോപാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ ശരിക്കും പ്രതിനിധീകരിക്കുന്നില്ല. രാജഗോപാലിനപ്പുറത്ത് വാജ്പേയി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അത് താങ്കൾ പറയുകയും ചെയ്തിരുന്നു. അതുപോലെ RSSൻ്റെ റൂട്ട് മാർച്ചും DYFIയുടെ മാർച്ചും തമ്മിൽ അങ്ങനൊരു വ്യത്യാസം കാണേണ്ട എന്ന് വരെ താങ്കൾ അന്നേരം പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾ ഒരു BJP പക്ഷത്തേക്ക് പൂർണ്ണമായും ചാഞ്ഞു എന്നാണ് ജനങ്ങൾ ധരിച്ചത്. അല്ല, അതൊക്കെ വിശദീകരണമുള്ള കാര്യങ്ങളാണ്. അതായത് ഞാനിതൊക്കെ പറയുന്ന കാലത്ത് BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് രംഗത്തില്ല. ഒന്നുകിൽ BJP അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന ഈ രാജ്യത്തൊരവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിത് പറഞ്ഞത്. പിന്നെ റൂട്ട് മാർച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതിനെ കണ്ണൂർ പോയി ചോദിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ RSSകാരും മാർക്സിസ്റ്റുകാരെ കുത്തുന്ന പോലെ തന്നെയല്ലേ ഇവർ തിരിച്ചും കുത്തുന്നു. അതുപോട്ടെ, അത് പഥസഞ്ചലനങ്ങളെക്കുറിച്ച് രാഷ്ട്രീയം കൂടാതെ തന്നെ അവ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഒരു സുഘടിതമായ പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് അന്ന് രാജ്യനന്മയെ കരുതി അങ്ങോട്ടൊരു താല്പര്യം തോന്നി എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് താങ്കൾക്ക് കുറച്ച് കൂടുതൽ അനുഭാവം അന്ന് BJPയോട് കാണിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? അതിനകത്ത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നില്ല. നേരെ വീണ്ടും ജാതകത്തിലേക്ക് വന്നാൽ പറയാം. 2004 ജൂൺ മാസത്തിലാണ് എൻ്റെ ശനിദശ തീരുന്നത്. ശനിദശ തീരുമ്പോൾ ഒരു അടി കിട്ടണമെന്നുള്ളത് നിർബന്ധമാണ്. ആ സമയത്ത് അതിനകത്ത് ഒന്ന് പെട്ടത്. അന്ന് ഈ എന്നെ ചെയർമാനാക്കുന്ന ആ യോഗം ഇവർ നടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് ഞാൻ മദ്രാസിലിരിക്കേണ്ട ആളാണ്. വളരെ യാദൃച്ഛികമായി തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. അയ്യമ്പിള്ള സാറ് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പേരവിടെ വന്നത്. അതിപ്പം ആ ശനി മാറി ബുധനിലേക്ക് സംക്രമിക്കുന്ന സമയത്ത് ഒരടി കിട്ടാനുള്ളതാണ്. ആ അടി കിട്ടിയേ തീരൂ. അതിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം, ഒരുപക്ഷെ ഒറീസയിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പ്രവർത്തനം പോലെ തന്നെ RSSകാർ നടത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ ആ സമയത്ത് പറയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ മോഹം താങ്കൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നാണ് എൻ്റെ സംശയം. എനിക്ക് യാതൊരു രാഷ്ട്രീയ മോഹം അന്നുമില്ല ഇന്നുമില്ല. കാരണം രാഷ്ട്രീയം എൻ്റെ ലൈനല്ലല്ലോ.
അല്ല, ഗവർണർ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ താങ്കളുടെ പേര് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതെ, ഗവർണർ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ എൻ്റെ പേര് വന്നതും തള്ളപ്പെട്ടതും ഇതിനു മുമ്പാണ്. അത് കമൽ പാണ്ഡെ എന്ന ക്യാബിനറ്റ് സെക്രട്ടറി എൻ്റെ കൂടെ IPS-ലുണ്ടായിരുന്ന പയ്യനാണ്. ഒടുവിൽ ഇയാൾ ക്യാബിനറ്റ് സെക്രട്ടറി ആയെന്ന് കണ്ടപ്പം ഞാൻ ഒരു എഴുത്തയച്ചു, അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ കഥയൊക്കെ ഓർപ്പിച്ച്. എന്താ അപ്പോൾ കമൽ എന്നെ ഫോണിൽ വിളിച്ച് സാർ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. സാറെന്നല്ല, ബാബു എന്നാണ് വിളിച്ചത്. ഞങ്ങൾ ഏകദേശം ഒരു ബാച്ചായിരുന്നു. ഞാൻ പറയാൻ പെൻഷനായി ചുമ്മാ ഇരിക്കുകയാണ്. നിങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളെ ഒന്നും ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ എനിക്കൊരു ബയോഡാറ്റ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ബയോഡാറ്റ അയച്ചു കൊടുത്തു എൻ്റെ. അയാളുടെ ഉത്സാഹത്തിൽ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ചെയ്തു എന്ന് അയാൾ എന്നോട് പറഞ്ഞതുമാണ്. പക്ഷേ അത് കേരളത്തിലെ BJP-ക്കാർ ആണ് അതിന് പാരവെച്ചത്. അതിന് ശേഷമാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. അത് വാസ്തവത്തിൽ ഞാൻ അതൊരു വലിയ ഇഷ്യൂ ആക്കി കരുതിയിരുന്നുവെങ്കിൽ ഈ രാജഗോപാലോട് അതിൻ്റെ പേരിലൊക്കെ പിണങ്ങേണ്ടതാണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ അയ്യമ്പിള്ള സാർ വരുമ്പം, സാറേ നിങ്ങൾ ഇന്ന ചെയ്ത ആളുകളോട് ഞാൻ എൻ്റെ പേര് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ചോദിക്കാമായിരുന്നു. അതിനകത്തേക്കൊക്കെ പോകാതിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. താങ്കളുടെ ഈ എഴുത്തും പ്രസംഗവും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശക്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് ഉദാഹരണം പറഞ്ഞാൽ അച്യുത മേനോനോട് വലിയ ഇഷ്ടമാണ്, കരുണാകരനോട് അത്രയ്ക്ക് ഇഷ്ടമില്ല. താങ്കൾക്ക് ഉമ്മൻചാണ്ടിയോട് ഇഷ്ടമാണ്, ആൻ്റണിയോട് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുപോലെ PKവിയോട് ഇഷ്ടമാണ്, വേറെ ചിലരോട് ഇഷ്ടമല്ല. പിണറായി വിജയനോട് ഇഷ്ടമാണ്, അച്യുതാനന്ദനോട് അത്രയ്ക്ക് പ്രിയമല്ല. ഇത് താങ്കളുടെ ഒരു വികാരം മാത്രമാണോ, അല്ല ഇതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഈ ഇഷ്ടത്തിന് യുക്തിയില്ലല്ലോ ജോണി. എനിക്ക് ജോണിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് യുക്തി കൊണ്ട് അപഗ്രഥിച്ചുണ്ടാക്കുന്ന ഇഷ്ടമാണ്. അച്യുതമേനോനോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് കരുണാകരനോട് സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടുപേരുടെയും അധികാര കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഞങ്ങൾ തമ്മിൽ അതിനുശേഷം അച്യുതനായിട്ട് ഉണ്ടായിരുന്നില്ല. കരുണാകരനായിട്ട് പിന്നെ ഉണ്ട് കോണ്ടാക്റ്റ്. നായനാരെ ഇഷ്ടമായിരിക്കുക, നായനാരെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? അത് നല്ലൊരു നാടൻ കാരണവരുടെ ഒരു സ്വഭാവം, നല്ല നർമ്മബോധം. ഫയലിനകത്തൊക്കെ തന്നെ ഞങ്ങൾ തമാശ എഴുതി കളിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്വാതി പുരസ്കാരം 50,000 രൂപ ആദ്യത്തെ വർഷം കൊടുത്തു ചെമ്മാങ്കുടിക്ക്. രണ്ടാമത്തെ വർഷം അത് 1,00,000 ആക്കണമെന്നൊരു അഭിപ്രായം വന്നു, എഴുത്തച്ഛൻ പുരസ്കാരം പോലെ. അപ്പോൾ അതിന് ഫയൽ അയച്ചപ്പോൾ ഇദ്ദേഹം ഈ നായനാരോട് ആരോട് പറഞ്ഞു കൊടുത്തു, ഈ വർഷം MA ബേബി ഡൽഹിയിലെ ഏതോ ഒരു ഉസ്താദ് ഖാൻ ഇത് കൊടുക്കാൻ പോവുകയാണ്, പേരൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, അതിനാണ് തുക കൂട്ടുന്നത്. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ചെമ്മാങ്കുടിക്ക് 50,000 കൊടുത്തപ്പോൾ തോന്നാതിരുന്ന ഈ ബുദ്ധി ഇപ്പോൾ തോന്നാൻ എന്ത് കാരണം എന്നത്. അപ്പം ഞാൻ ഫയലിനകത്ത് എഴുതി അയച്ചു, ഈ സരസ്വതിക്ക് സംഗീതവും സാഹിത്യവും ഒരുപോലെയാണ്, അവ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതാണ് ചന്തവും എന്ന് പറഞ്ഞ് എഴുതി അയച്ചു. ഈ മനുഷ്യൻ മുഖ്യമന്ത്രി ആ ശ്ലോകം മുഴുവൻ ഉദ്ധരിച്ചു ഫയലിൽ. സംഗീതം സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് എന്ന പ്രമാണമൊക്കെ എനിക്കും അറിവുള്ളതാണ്, എങ്കിലും ഇപ്പോൾ ഈ ബുദ്ധി തോന്നാൻ എന്ത് കാരണം വീണ്ടും. അപ്പം ഞാൻ എഴുതി അയച്ചു, ഇപ്പോൾ ഈ ബുദ്ധി തോന്നാൻ പിന്നെ തിരുവനന്തപുരത്തെ കർണാടക സംഗീത ആസ്വാദകരുടെ പ്രേരണ മാത്രമാണ് കാരണമായിട്ടുള്ളത്, ചെമ്മാങ്കുടിക്കും കൂട്ടി കൊടുക്കാവുന്നതാണ്, അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എഴുതുന്നൊരു മുഖ്യമന്ത്രിയുടെ സ്നേഹമല്ലാതെ എങ്ങനെയാണ് തോന്നുക? ഇപ്പം താങ്കൾ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി വായിച്ചാൽ ഈ സാംസ്കാരിക മന്ത്രിക്കും അല്ലെങ്കിൽ സാംസ്കാരിക സെക്രട്ടറിക്കും ഒക്കെ ഇഷ്ടമുള്ളവർക്കാണ് ഈ പുരസ്കാരമൊക്കെ കൊടുക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താ ഇഷ്ടമല്ലല്ലോ, എനിക്ക് ചെമ്മാങ്കുടി എന്താ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ബേബി തീരുമാനിക്കുന്നു. അല്ലല്ല, അത് ബേബി ഇവരുടെ ഒരു കൾച്ചർ കമ്മീഷണർ. അന്ന് ബേബി മന്ത്രിയല്ല, അന്ന് TK രാമകൃഷ്ണ മന്ത്രി. അപ്പോൾ ഈ സാംസ്കാരിക വകുപ്പിലെ കൾച്ചർ കമ്മീസാർ എന്നാണല്ലോ റഷ്യക്കാരുടെ ഭാഷ, കമ്മീസാർ. ബേബിയാണ് അതിൻ്റെ കമ്മീസാർ എന്നുള്ളത് കൊണ്ട് ഈ ഉത്തരേന്ത്യൻ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഏത് സഖാവിനും അറിയാവുന്ന ബേബിക്കല്ലാതെ, അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. അന്ന് ബേബി മന്ത്രിയല്ല, അന്ന് TK മന്ത്രി. കമ്മിറ്റി വെച്ചൊക്കെ അല്ലേ തീരുമാനിക്കുന്നത്. താങ്കൾക്ക് മറ്റ് ആരോടും ഇല്ലാത്തത്ര ഒരു അടുപ്പം ഈ ബേബിയോടുണ്ടോ? എന്നൊന്നും പറഞ്ഞുകൂടാ, എങ്കിലും ബേബി ഞാനുമായിട്ട് അടുപ്പമാണ്, ആയിരുന്നു മന്ത്രിയാകുന്നത് വരെ. മന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ ബേബി തിരക്കിലാണ്. പിന്നെ എനിക്ക് ബേബിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ബാക്കി നിർത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ തിരക്കിനിടയിൽ കടന്നു കയറാൻ ശ്രമിക്കും.